ഇന്നുണ്ടല്ലോ നമ്മൾ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ രാവിലെ തന്നെ നേരത്തെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ കൂട്ടാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ചും കൂടെ നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന്. അപ്പം പിന്നെ ഏതായാലും പോയി കൂട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ അധികവും ഞാൻ കൂട്ടി കൊണ്ടുവരില്ല. അങ്ങനെ ആളിവിടെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ കൂട്ടി കൊണ്ടുവരും. പിന്നെ അച്ഛൻ അധികം നടക്കാനൊന്നും കഴിയൂലല്ലോ. ഇഷ്ടം പോലെ നടക്കും കേട്ടോ. പക്ഷെ നടക്കാത്ത ആളൊന്നുമല്ല. നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടമാണ്. അങ്ങനെ പിന്നെ എന്താ നിധീനതാ ശ്രീക്കുട്ടി ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഇതാ ചായ ഉണ്ടാക്കണേ. രാവിലത്തെ ചായ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല. അച്ഛൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കൂടെയാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പോൾ അച്ഛന് ഓരോ കഥകളും തലേദിവസത്തെ കഥകളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ അതാ ഞാനും അച്ഛനും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. കുറേ സമയം അങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ടാണ് പിന്നീട് എന്തെങ്കിലുമൊക്കെ പണിക്കൊക്കെ പോവുക. അപ്പോൾ അച്ഛൻ ഓരോ കഥകൾ ഇങ്ങനെ പറയും. ഞാൻ അങ്ങോട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവർക്കൊക്കെ ചായയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പിന്നെ എൻ്റെ പണിക്ക് ഇറങ്ങി ഞാനൊന്ന് റൂം ഒന്നൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ജനലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊടി പിടിക്കും. അപ്പം പിന്നെ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. ആദ്യം അതൊക്കെ ഒന്ന് തട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഫാന് ഇട്ടിട്ട് പിന്നെ ഓഫാക്കിയാണ് കേട്ടോ. ഈ ജനലിലൊക്കെ എത്ര വേഗമാണെന്നറിയോ പൊടിയൊക്കെ പിടിക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ വിചാരിച്ച് അപ്പുറത്തൊക്കെ വീടുകളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് തുറന്നിടാനും പറ്റൂല. അപ്പോൾ അങ്ങനെ ഞാൻ ബെഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ താഴെ ഒരു റൂം മാത്രമേ ഉള്ളൂ. വീടിൻ്റെ മേലേക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡ്രസ്സിങ് ടേബിൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 ബാസ്ക്കറ്റ് കണ്ടില്ലേ, ഇതിലാണ് കേട്ടോ എൻ്റെ ഈ ശ്രീകുട്ടീൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വെക്കാറ്. അപ്പോൾ അങ്ങനത്തെ ഈ റൂമിൽ തന്നെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ വെക്കാറ്. പിന്നെ എൻ്റെ ഒരു മെഷീൻ ഉണ്ട്, അതും കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.